Guys, welcome to my channel. മാസന്റെ ഇപ്പം മണി 11:04 അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ നമ്മളിലാണ് കുറച്ച് ഷൂട്ട് ഈ ഷൂട്ട് എടുക്കാണ്ട് ഇപ്പൊ 4-ാം തീയതി കാണും. അപ്പൊ ഇന്ന് വ്ളോഗിലുള്ള നാളെ രാവിലെ ഫസ്റ്റ് ഷോ സിനിമ നമ്മളെ വാര 2 കാണാൻ പോവുകയാണ്. ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ FTF കാണാൻ പോണ. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഇത് 4ാമത്തെ സിനിമയാണ് FTF പോണത്. കഴിഞ്ഞ 3 സിനിമ സിനിമയായി, പിന്നെ ഇപ്പൊ ഇതാണ് 4ാമത്തെ FTF സിനിമ. പിന്നെ നല്ല അത്യാവശ്യം പ്രതീക്ഷ ഉണ്ട്. കാരണം ആഷൂർ ടീമും പിന്നെ കുഡൂസ് മുന്നിൽ ടീമുണ്ട്. ഞാൻ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കാണാൻ നല്ലൊരു കോമഡി പടം, അതേപോലെ ഒരു നല്ല പടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് ഉറങ്ങുമ്പം ഒരു 2-3 മണിയെങ്കിലാവും നമ്മൾ സംസാരിച്ച് പോണ കണ്ടൊക്കെ ഇരിക്കും. നാളെ രാവിലെ കൃത്യം 5:45 കാലത്തെ ക്ലാസ്സിൽ എനിക്ക് നാളെ കൃത്യം 5:45 വീട്ടിൽ നിന്ന് കാലത്തെ ക്ലാസ്സിൽ പോണം. എന്നിട്ട് കൃത്യം 8:15 ഇവിടെ എത്തി കുളിച്ച് ഇറങ്ങി 9 മണിയാകുമ്പം ബസ്സിന് പോയി 10:15 അങ്ങോട്ടെത്തും. എന്തായാലും നല്ല നല്ല സമയം. അപ്പൊ ഗൈസ്, നമ്മള് പോണ നാളെ എക്സ്പ്രസ് സിനിമാസാണ് ട്രിവാൻഡ്രം. അപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കാരണം സിനിമ റിവ്യൂ കുറിച്ചിട്ടാണ് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണത്. അപ്പം ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്തിനാണ് പറയണത് അതൊക്കെ കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന്. അപ്പൊ നാളെ പടം കണ്ടിട്ട് നമ്മൾ ഈ റിവ്യൂ ഉണ്ടായിരിക്കും, സിനിമ എങ്ങനെയായിരിക്കും എങ്ങനെയാണെന്ന്. അപ്പം എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം. രാവിലെ 8 മണിക്ക് കാണാം. നമുക്ക് 10 അപ്പം കറക്റ്റ് ക്ലാസ്സിൽ സമയമായി. ഞാനെങ്കിൽ പിന്നെ കറക്റ്റ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. ഞാൻ കറക്റ്റ് ക്ലാസ്സിൽ പോയി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ക്ലാസ്സിൽ പോകണം. 8 മണിയാകുമ്പോൾ വരണം. എന്നിട്ട് സിനിമ കാണുമ്പോൾ ഞാൻ അപ്പൊ ഇങ്ങനെ കറക്റ്റ് ക്ലാസ്സിന് വന്നിട്ടുണ്ട്. അപ്പൊ വന്നപ്പോ കണ്ട ഒരാളിവിടെ കുളിച്ച് ഇറങ്ങി നിൽക്കുകയാണ്. എന്താ ഞാൻ പിന്നെ കുളിക്കാൻ പോണതേ ഉള്ളൂ. പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മള് ഇതാണ് ഷീറ്റുള്ള എന്റെ വീട്. അപ്പുറത്ത് നമ്മൾ എടുത്തിട്ടാണ് അപ്പുറത്തുള്ളത്. അപ്പം കുളിച്ച് ഫ്രഷ് ആയി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഒരു കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ഇവര് ഒരുമിച്ചാണ് പോണത്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നീ മുഖം കാണിക്കൂടെ ക്യാമറയില്? നമ്മളങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. 1 മണിക്കൂറും കൂടെ ഉള്ളു സിനിമ ഇറങ്ങാൻ. ഇനി തുടങ്ങിയ സിനിമ. എത്തിയിട്ടുണ്ട് കേട്ടാ. അല്ല നിന്റെ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. നീ ഇത്രയുള്ള കൊമ്പസാധനം പോടേ. അങ്ങനെ നമ്മള് വാഴ 2 കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ പറയാ വെച്ചാ ഒരു കിടിലം പടം. ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാ അഭിനയിച്ചിരിക്കണ അവരൊക്കെ ആക്ടിങ്, അതൊക്കെ ആഷിർ ടീംസ്, പിന്നെ കുഡൂസ് ഫ്രണ്ട്സ്, ഇവരൊക്കെ ആക്ടിങ് ഒരു രക്ഷയില്ല. പിന്നെ വിജയബാബു ഒക്കെ കൊള്ളാം. കുഡൂസ് ഫ്രണ്ട്സിൽ ആകെ 2 സീനേ ഉള്ളൂ, 2-3 സീനേ ഉള്ളൂ. പക്ഷെ ആ 2-3 സീനൊക്കെ കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിജയബാബു ഒക്കെ സ്ക്രീനിൽ വരുമ്പോ നമ്മള് കുറച്ച് ഒരു ഇതാവും. ഇന്റർവ്യൂലൊക്കെ രക്ഷയില്ല. പിന്നെ ക്ലൈമാക്സ്
പ്രീ ക്ലൈമാക്സ് നിങ്ങൾ കണ്ട അത് കുറെ സസ്പെൻസ് ഉണ്ട്, അത് നിങ്ങൾ കാണണം. സസ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല, അല്ല ചില ക്യാമിയോസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാണ്. അപ്പൊ ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുമ്പോ 10 10 ഞാൻ കൊടുക്കണത് 8.5 ആണ്. ചിലപ്പോ ഒന്നുകൂടെ കാണാൻ പോകാൻ ഇരിക്കുകയാണ്. പണ്ട് കുറച്ച് വിഷയമാണ്, കുറച്ചുകൂടെ കണ്ടിട്ടുണ്ട്. എന്നാലും നാളെ വീണ്ടും പോയി കാണും. അപ്പൊ റിപ്പീറ്റ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനുണ്ട്. എന്റെ അതെ, പിന്നെ കുറച്ച് ഇമോഷണലൊക്കെ ഉണ്ട്, ഇമോഷണൽ ട്രാക്ക് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മള് ചിരിപ്പിക്കുകയും പിന്നെ ഒരു തിയേറ്റർ സീനൊക്കെ വേറെ ലെവലിൽ അതൊക്കെ ചിരിച്ച് വയറുവേദെടുത്ത്. പടത്തിന്റെ 15 മിനിറ്റ് ശേഷം ഒരു 7-6 മിനിറ്റ് ഒക്കെ ഈ കഥയിൽ വലുതായി വരുവാന്ന് സൂപ്പർ. പണ്ട് ഫസ്റ്റ് പറഞ്ഞ അതേ കഥ വീണ്ടും എടുത്ത് വെച്ച് പോലെ തോന്നി. തുടക്കമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആശീർ ടീമൊക്കെ ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിന് നല്ലപോലെ അവന് ഇഷ്ടപ്പെട്ടത് വിനായകന്റെ ആയിരുന്നു. വിനായകൻ ഇമോഷണലൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ. ഫസ്റ്റ് പാർട്ടിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇതില് അതിലെ അച്ഛൻ മക്കൾ എന്ന് പറയുമ്പോൾ ഇതില് ഒരു ഫാമിലി മൊത്തമായിട്ട് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ബേസ് ചെയ്ത കഥയാണ്. എന്നാലും എല്ലാരും മാക്സിമം തിയേറ്ററിൽ തന്നെ കാണുക. കാരണം തിയേറ്റർ എൻജോയ് പടമാണ്. തിയേറ്റർ എൻജോയ് പടമാണ്. എന്തായാലും ഇപ്പൊ വന്നേ ഉള്ളൂ. ഇനി കുറച്ചാൽ കിടന്ന് ഉറങ്ങണം, രാവിലെ എനിക്കില്ല. പിന്നെ ബിജിഎത്തിന് പറയുകയാണെങ്കിൽ വേറെ മ്യൂസിക് ഇപ്പൊ സത്യം ആ ബിജെ ക്യാരക്ടർ വരെ ഒരു ഇതുണ്ട്. പിന്നെ അതേപോലെ കുറെ കോമഡി സീനൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നല്ലോ ഈ തിയേറ്ററിലെ ഫുഡ് കഴിക്കണ സമയത്തുള്ള ഒച്ച, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഒന്ന് വലിയ പറഞ്ഞ സ്പോയിലർ ആയിപ്പോ ഒന്ന് പറയാം. പിന്നെ നമ്മളിന്ന് കൊറേ സർപ്രൈസ് ഒക്കെ കിട്ടി. കാർത്തിസൂര്യ ബ്രോയെ നമ്മളിന്ന് കണ്ടു. നിൻട്രലായപ്പോ പുറത്തൊക്കെ ബ്രോയെ കാർത്തി ബ്രോയെ കണ്ടു. നമ്മൾ അങ്ങനെ സെൽഫി ഒക്കെ എടുത്തു. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ പ്രേമത്തിലെ ഡയറക്ടർ അങ്ങേര് പൊളിയായിരുന്നു. വിഷയം അങ്ങേര് സീനാണ് തൂക്കി. ആ സീനിൽ എത്ര 7-8 മിനിറ്റ് ഉണ്ട്. ആ സീന പൊളിയായിരുന്നു. അതൊക്കെ ഒരു മോട്ടിവേറ്റ് ആയിരുന്ന സീനൊക്കെ ആയിരുന്നു. എന്തായാലും എല്ലാവരും മാക്സിമം തിയേറ്ററിൽ കാണുക. ഇത് എന്തായാലും 100 കോടി കയറുന്ന ഉറപ്പാണ്. കാരണം ഒന്ന് വെക്കേഷൻ ടൈമാണ്, എല്ലാവരും കയറി കാണും. അപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ കാണുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു, ഹാപ്പി ഈസ്റ്റർ, ബൈ.